നാലാമത് പഠിക്കാൻ പോവാണ് ഫെയ്ത്ത്. അതിന്റെ ഗ്രീക്ക് പദം എന്താണെന്ന് പറയാമോ? പല പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? പിസ്തീസ്. എന്താണ് പിസ്തീസ്? എന്തുണ്ടായാലും ശരി, നിനക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട്, നിനക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇല്ലേ? അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ശരി, എന്തില്ലെങ്കിലും ശരി, മൈ ഗോഡ് വിൽ കം ടു മീ. ഹല്ലേലൂയ. അപ്പൊ നീ രോഗിയായി ചിലപ്പോ നീ ചാവം കിടക്കുമായിരിക്കും, പക്ഷെ അവസാന ശ്വാസത്തിനും നിനക്കൊരു സംഭവം ഉണ്ട്, മൈ ഗോഡ് വിൽ കം ടു മീ. ഈ ട്രസ്റ്റ് ഉള്ളവനുണ്ടല്ലോ, കുഴിയിൽ നിന്ന് റോക്കറ്റ് പോലൊരു പോക്കവൻ പോകും. മനുഷ്യൻ പറയും ഇവൻ തകർന്നു എന്ന് പറയുന്നതിന്റെ മുന്നിൽ നിന്ന് റോക്കറ്റിനെ പോലെ വളർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കീ ആണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രി നീ തകർന്നു നടക്കുന്നവനാണോ? ഇന്ന് രാത്രി നീ സകലതും നഷ്ടപ്പെട്ടവനാണോ? നിനക്ക് ജോലിയില്ലാതെ നീ ഇങ്ങനെ കരയുന്നവനാണോ? ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാം. ഈ ജോലിയില്ലാത്ത ഒരു അവസരത്തിൽ ദൈവം നിന്നെ പഠിപ്പിക്കുന്ന ഒരു സമയമാണ്. ഹല്ലേലൂയ. ഈ രോഗാവസ്ഥയിൽ ദൈവം നിന്നെ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയാ. ചില അപവാദങ്ങൾ കൊണ്ട് നീ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാ. ഇതൊക്കെ ദൈവത്തിന്റെ ടീച്ചിങ് സ്റ്റൈലാണ്. ഹല്ലേലൂയ. നീ ട്രസ്റ്റ് ദൈവത്തിനോട് വെച്ചാൽ ഒറ്റ റോക്കറ്റ് പോലെ പൊക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഇന്നത്തെ നിന്റെ നാളെ സന്തോഷമാക്കാൻ മാറ്റുവാൻ ഒരു ആയുധമാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഫെയ്ത്ത് നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്നെ ഒരുത്തനും തകർക്കാൻ പറ്റില്ല. പൗലോസിനെ തകർക്കാൻ പറ്റിയില്ല. പൗലോസ് പറഞ്ഞു, ഐ ഹാവ് എ റെസിഡന്റ്. എനിക്കൊരു റെസിഡൻഷിപ്പ് ഉണ്ടായിരുന്നു. ആരുടെ അടുത്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ അടുത്ത്. ഹല്ലേലൂയ. വ്യക്തമായിട്ട് പറയാണ്. പിസ്തീസിന്റെ അർത്ഥമാണ് എന്താണ്? അർത്ഥം എന്താണെന്ന് അറിയാമോ? റെസിഡന്റ് ഇൻ ജീസസ്. യേശുവിന്റെ കൂടെ ഞാൻ വസിക്കുന്നു എന്നുള്ള ഫുൾ എന്താണ്? നമ്മൾ കാണുന്നില്ലെങ്കിലും, ഇപ്പൊ ക്രിസ്തു പറഞ്ഞതുപോലെ എന്താണ്? കാണുന്നില്ലെങ്കിലും എനിക്ക് ഉറപ്പുണ്ട്, എന്റെ കൂടെ ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ഉയർത്താൻ ശക്തനായ ഒരു ദൈവം, മരണത്തെ തോൽപ്പിച്ചവൻ എന്റെ പക്ഷത്തുണ്ടെന്നുള്ള ഫെയ്ത്ത് രാത്രിയിൽ നിന്നെ ഉണർത്തും. ഓ സ്തോത്ര. ഹല്ലേലൂയ. തകർന്ന് കിടക്കുന്ന സമയത്ത് നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒരുത്തം വന്ന് മന്ത്രിക്കും. എന്തിനാണ് ഭയപ്പെടുന്നത്? മരണത്തെ തോൽപ്പിച്ചവൻ ഞാൻ നിന്റെ കൂടെ ഇല്ലേ. സ്തോത്ര. ഹല്ലേലൂയ. മരണത്തെ ഇല്ലാതാക്കിയവൻ നിന്റെ കൂടെ ഇല്ലേ. ആരും തരാത്തൊരു കോൺഫിഡൻസ് എന്റെ ഹൃദയത്തിനകത്ത്. ഹല്ലേലൂയ. ഇത് ആർക്കുണ്ടായിരുന്നു? ഇത് പൗലോസിനുണ്ടായിരുന്നു. ഈ ക്വാളിറ്റി ആർക്ക് വേണം? എനിക്കും വേണം, നിനക്കും വേണം. ഹല്ലേലൂയ. യേശുവേ ആരാധന. പണ്ട് കഴിഞ്ഞ ഒരു വ്യക്തി തകർന്ന് കിടക്കുവാണ് കേട്ടോ. തകർന്ന് ഒരു ഓപ്ഷനും അവനില്ല. അവന്റെ അടുത്ത് ഒരു സഹോദരൻ ചോദിച്ചു, ഇനി എന്താ ചെയ്യാ? അവൻ പറഞ്ഞൊരു വാക്കാണ് എന്നെ ടച്ച് ചെയ്തത്. എന്താണ്? മരണത്തെ തോൽപ്പിച്ചവൻ എന്റെ കൂടുണ്ട് ബ്രദറെ. സ്തോത്ര. ഹല്ലേലൂയ. മരണത്തെ തോൽപ്പിച്ചവൻ എന്റെ പക്ഷത്തുണ്ട് ബ്രദറെ. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഈ മരണാവസ്ഥ, ഈ രോഗാവസ്ഥ എന്നെ പലരെയും പഠിപ്പിച്ചു. ഹല്ലേലൂയ. ഇത് നിന്റെ ജീവിതത്തിന്റെ പാഠമാണ്. ഹല്ലേലൂയ. നിന്റെ തകർച്ചയുടെ അവസ്ഥയിൽ പലരും നിന്റെ അടുക്കൽ വന്നും പോയി വരും. അവരെല്ലാം നീ പഠിച്ചുകൊള്ളണം. ഹല്ലേലൂയ. പക്ഷെ നീ ഒരു കാര്യം അകത്ത് വെച്ചുകൊള്ളണം. എന്താണ് അകത്ത് വെക്കേണ്ടത്? എന്നെ ഉയർത്താൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. കോൺഫിഡൻസ് നിന്റെ അകത്തുണ്ടാകും. യേശുവേ ആരാധന. അടുത്ത് വായിച്ചു. എന്താണ്? ക്ഷമ. അടുത്തത് ഇമ്പോർട്ടന്റ് ആയ ഒരു ദൈവം ഇതിൽ വേണ്ട എന്താണ്? ക്ഷമ. പേഷ്യൻസ് ആണ്. ലോങ് സഫറിംഗ് എന്നൊക്കെ പറയാം. അതിന്റെ ഗ്രീക്ക് പദം എന്ന് പറഞ്ഞാൽ മാക്രോതോമിയ എന്നാണ്. എന്താണ്? മാക്രോതോമിയ. അതിന്റെ ഗ്രീക്ക് പദം എന്താണ്? പേഷ്യന്റ്. എന്താണ്? നിന്നെ ആത്മീയതയെ ഇല്ലാതാക്കാൻ പല ആയുധവും സാത്താൻ നിന്നെ പ്രയോഗിക്കും. നിന്റെ കൂടെ നിന്ന് ആഹാരം കഴിച്ചവൻ നിനക്കെരുതേ ആയുധം കൊടുക്കും. നിനക്കെന്ത് വേണം? നിനക്കെന്ത് വേണം? നിനക്ക് ക്ഷമ. ഈ ക്ഷമ ആരാ നൽകേണ്ടത്? ഈ ക്ഷമ നിനക്ക് നൽകുന്നത് ഒരാളുള്ളൂ, യേശു ക്രിസ്തു. മനുഷ്യൻ എത്ര ക്ഷമ നിനക്ക് നൽകിയാലും അതൊരിക്കലും അത് പൊട്ടും നിന്റെ അകത്തു. നീ തിരിച്ചൊരിക്കൽ പറയും. പക്ഷെ ദൈവത്തിന്റെ ക്ഷമ നിന്റെ അകത്തുണ്ടെങ്കിൽ
ഏത് കല്ലേറും നീ വാങ്ങിക്കും. ചിരിച്ചുകൊണ്ട് തന്നെ വാങ്ങിക്കും. കാരണം ആ വരുന്ന കല്ലിന്റെ ഫോഴ്സിനെ കുറച്ചായിരിക്കാം ഒരു പക്ഷെ ദൈവം നിന്റെ അകത്തേക്ക് നൽകുന്നത്. പക്ഷെ ഞാൻ നിന്റെ അടുത്ത് പറയാം, ദൈവത്തിന്റെ അകത്തുനിന്ന് നീ ചോദിച്ചു വാങ്ങിക്കേണ്ട ഒരു വലിയ ആയുധമാണ്. എന്താണോ? കർത്താവേ, എനിക്ക് ദീർഘക്ഷമ നൽകണമേ. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് മാക്രോത്തോമിയ നൽകിയ പറ്റത്തുള്ളൂ. ആത്മീയ ഫീൽഡിൽ നിനക്കാണ് നീ നിൽക്കുന്നെങ്കിൽ നിനക്ക് വേണ്ട ഏറ്റവും വലിയ പരിചയം എന്താണെന്നറിയാമോ? ക്ഷമയാണ്. നിന്റെ ക്ഷമ ഇല്ലാതാക്കാൻ പല സംസാരങ്ങളും, പല അപവാദങ്ങളും, പല വാക്കുകളും, നാക്കുകളും, നോട്ടങ്ങളും, ചിന്തകളും നിന്നെ ആത്മീയത പുറത്താക്കാൻ നടക്കും. സ്തോത്ര. ഹല്ലേലൂയ. ഇത് പുറത്തുനിന്നായിരിക്കത്തില്ല, അകത്തുനിന്ന് തന്നെയായിരിക്കും. ഹല്ലേലൂയ. തീമോഥെയോസിന് പുറത്തല്ല കൊടുത്തത്, തീമോഥെയോസിന് സഭയ്ക്കകത്താ കൊടുത്തത്. സഭയ്ക്കകത്താണ് തീമോഥെയോസിനെ അഡ്വൈസ് ചെയ്തത്. തീമോഥെയോസെ, പല സഭകളിൽ നിന്നും, പല കൂട്ടായ്മയിൽ നിന്നും, പല പ്രാർത്ഥനക്കാരുടെ നിന്നും നിനക്ക് സഹിക്കാൻ പറ്റാത്ത വേദനകൾ, നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വരും. പക്ഷെ നിനക്ക് ക്ഷമയുണ്ടാകണം. ഹല്ലേലൂയ. നിനക്ക് മാക്രോത്തോമിയ ഉണ്ടായേ പറ്റത്തുള്ളൂ. ഇതില്ലാത്തവൻ ആരല്ല? ഇതില്ലാത്തവൻ യേശുവിന്റെ പ്രിൻസിപ്പിളിൽ ഒരിക്കലും ജീവിക്കത്തില്ല. സ്തോത്ര. ഹല്ലേലൂയ. അപ്പൊ ക്ഷമ എന്ന് പറയുന്ന ആയുധം നീ ചോദിച്ചു വാങ്ങിക്കണം. നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ലയോ? ഇന്ന് രാത്രി യേശുവിന്റെ അടുത്ത് നീ ചോദിച്ചു വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. ദൈവമേ, എനിക്ക് ക്ഷമയുടെ ആയുധം നൽകിയേ മതിയാകൂ. അല്ലെങ്കിൽ നീ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തത്തില്ല. നിന്റെ ക്ഷമയില്ലാതാക്കാൻ പലരും നിനക്കെതിരെ കുതുകാലം വിട്ടു. സ്തോത്ര. ഹല്ലേലൂയ. ദൈവത്തിനെ രാത്രി ഞാൻ നിങ്ങളടുത്ത് പറയാണ്, നീ ചോദിച്ചു വാങ്ങിക്കേണ്ട പരിചയാണ് ക്ഷമ. ഹല്ലേലൂയ. പേഷ്യൻസ്. ഹല്ലേലൂയ. മാക്രോത്തോമി നീ ചോദിച്ചു വാങ്ങിച്ച പറ്റത്തുള്ള. അപ്പൊ നിങ്ങൾ നോക്കണം, നിങ്ങൾക്ക് ദൈവം ക്ഷമയുടെ ഒരു താക്കോൽ അല്ലെങ്കിൽ ക്ഷമയുടെ ഒരു പരിചയം നിനക്ക് തന്നാൽ, നിങ്ങൾ യേശു ക്രിസ്തു ഫേസ് ചെയ്ത സിറ്റുവേഷൻ എങ്ങനെ യേശു ക്രിസ്തു ഫേസ് ചെയ്തത് വിട്ടേക്കണം എന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾ പല കേസും നിങ്ങൾ എന്ത് ചെയ്യും? പ്രൊജക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയോ? നിങ്ങൾ ആത്മീയയുടെ കൊടുമുടി നിൽക്കുമ്പോൾ നിങ്ങൾ അറിയാതെ എന്തൊക്കെ പ്രശ്നങ്ങൾ നിന്റെ മേൽ വന്നാലും നിന്റെ ഹൃദയം അതെന്ത് ചെയ്യും? അതിനെ പൊട്ടിച്ചിങ്ങനെ കളഞ്ഞുകൊണ്ടേയിരിക്കും. നിന്റെ ഹൃദയത്തിന്റെ അകത്തോട്ട് നിന്റെ ആത്മീയത ഇല്ലാതാക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൂതനെ ദൈവം ഏൽപ്പിക്കും. സ്തോത്ര. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഈ രാത്രി നിന്റെ അകത്തേക്ക് ക്ഷമയുടെ താക്കോൽ ഇറങ്ങിയ പറ്റത്തുള്ളൂ. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങിയ പറ്റത്തുള്ളൂ. ദൈവത്തിന്റെ തീ നിന്റെ മേൽ ഇറങ്ങിയ പറ്റത്തുള്ളൂ. നീ യേശുവിന് വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ പിശാച് നിന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുക. നിന്റെ ക്ഷമ ഇല്ലാതാക്കാൻ, നിന്റെ ഫെയ്ത്തിനെ ഇല്ലാതാക്കാൻ, നിന്റെ എയിമിനെ ഇല്ലാതാക്കാൻ, നിന്റെ മാനസികത്തെ ഇല്ലാതാക്കാൻ, നിന്റെ ഡോക്ടറിനെ നശിപ്പിക്കാൻ പിശാച് വന്നിരിക്കുമ്പോൾ പിശാചിന് യുദ്ധം ചെയ്യാൻ നീ ഇറങ്ങി നിന്നെ പറ്റത്തുള്ളൂ. ഇനി അടുത്ത വാക്കെന്ന് വായിച്ചോ. ലവ് എന്നായിരിക്കും എഴുതിയിരിക്കുന്നത്. എന്താണ് ലവ്? അല്ലേ? സ്നേഹം. അഗാപേ. ഹല്ലേലൂയ. നമുക്ക് എപ്പോഴും തിമോഥെയോസിനോട് പൗലോസ് പറയണം, നിനക്ക് എപ്പോഴും സ്ഥിരമായിട്ടുള്ള സ്നേഹം ഉണ്ടായേ പറ്റത്തുള്ളൂ. ഈ സ്നേഹം ഇവിടുന്ന് ശത്രുവിനോട് പോലും നീ സ്നേഹിച്ചേ പറ്റത്തുള്ളൂ. ഇത് ദൈവത്തിന്റെ പ്രിൻസിപ്പിളാ. Affection to Jesus. യേശുവിനോടാണ്. അപ്പൊ നീ നിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രുവിനെ, നിന്റെ ശത്രു ഒരിക്കൽ നിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് യേശുവാണ് രക്ഷകൻ എന്ന് ഒരുപക്ഷെ പറഞ്ഞിരിക്കുന്നല്ല, പറഞ്ഞിരിക്കുക തന്നെ ചെയ്യും. നിനക്കെതിരെ ആയുധം എടുത്തവൻ നീ അവനെ സ്നേഹിച്ചാൽ എത്ര ശത്രുവാണെങ്കിലും ശരി, അവൻ യേശുവിന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തും. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ യേശുവിന്റെ വലിയ ശത്രുവായിരുന്നു. സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ മുട്ടുകുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുട്ടുകുത്തിയ പറ്റത്തുള്ളൂ. സ്തോത്ര. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്നേഹം നിന്റെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സ്നേഹത്തിന് ഉന്നം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തോടുള്ള അഫെക്ഷൻ നീ വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ശത്രുവിനോട് പോലും, നിന്നെ ഉപദ്രവിച്ചതിന് പോലും നീ എന്ത് ചെയ്യും? നിനക്ക് അവനോട് വെറുപ്പുണ്ടാക്കാൻ പറ്റത്തില്ല, നിനക്ക് അവനോട് വിദ്വേഷം ഉണ്ടാക്കാൻ പറ്റത്തില്ല, നിനക്ക് അവനെതിരെ അപവാദം പറയാൻ പറ്റത്തില്ല. അവൻ എന്ത് നിനക്കെതിരെ ചെയ്താലും നിന്റെ ഹൃദയത്തിന്റെ അകത്ത് അവനോട് വെറുപ്പുണ്ടാകത്തില്ല. സ്തോത്ര. ഹല്ലേലൂയ. ഇത് ആര് നൽകുന്ന വരമാണ്? ഇത് ദൈവം നൽകുന്ന വരമാണ്. ഇത് മനുഷ്യന് തരാൻ പറ്റത്തില്ല. ഒരുപക്ഷെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ നിന്റെ അകത്തേക്ക് ഇത് കയറണമെങ്കിൽ ദൈവം നിന്റെ അകത്ത് തൊട്ടേ പറ്റത്തുള്ളൂ. സ്തോത്ര. ഹല്ലേലൂയ. ദൈവം നിന്റെ മജ്ജയുടെ മേലും മാംസത്തിന്റെ മേൽ ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഈ പവർ നിന്റെ മേൽ വ്യാപരിക്കത്തുള്ളൂ. യേശുവേ ആരാധന. ഇനി അടുത്തൊരു വാക്യം വായിച്ചു. എന്താണ്?
സ്ഥിരതയാന്നല്ലേ എൻ്റെ അർത്ഥം അല്ലേ? അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താണെന്ന് നോക്കാമോ? എൻഡറൻസ്. എന്താണ് എൻഡറൻസിന്റെ അർത്ഥം? എന്താണ് എന്താണ് എൻഡറൻസിന്റെ അർത്ഥം? എന്താണ്? പേഷ്യന്റോടെ നീ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുക അല്ലേ? എത്ര നിന്നെ ആ പാതയിൽ നിന്ന് പുറത്താക്കാൻ എന്തൊക്കെ കാണിക്കാമോ പിശാച് അതെല്ലാം കാണിക്കും. നിന്നെ ആത്മീയത്തിൽ നിന്ന് പുറത്താക്കാൻ എന്തൊക്കെ വേലകൾ കാണിക്കണോ അതെല്ലാം ആര് കാണിക്കും? യേശു പറയാണ്, നീ സ്ഥിരതയോടെ എന്റെ കൂടെ നിന്നാൽ മതി. സിമ്പിളായിട്ട് യേശു പറഞ്ഞു. അപ്പൊ പറയും, ബ്രദറെ അങ്ങനെ എന്തോ ആയിക്കൊള്ളട്ടെ, നിനക്കെതിരെ എന്തൊക്കെ സംസാരിച്ചു കൊള്ളട്ടെ, നിനക്കെതിരെ എന്തൊക്കെ ആഴ്ചകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും നിന്നെ ഒരുപക്ഷെ നീ തൂങ്ങി ചത്താലോ എന്നൊക്കെ ചിന്തിക്കും. യേശു പറഞ്ഞു, അതിന്റെ പുറകെ ഒന്നും പോണ്ട, സ്റ്റാൻഡ് വിത്ത് മീ. ഹല്ലേലൂയ. സ്ഥിരതയോടെ എന്റെ കൂടെ നിന്നോ, ഞാൻ നിന്നെ ഉയർത്തിക്കൊള്ളാം, ഞാൻ നിന്നെ വളർത്തിക്കൊള്ളാം, ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം, ഞാൻ നിന്നെ അപമാനിച്ചു കൊള്ളാം. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ഗ്രീക്ക് പദം എന്താണെന്ന് അറിയാമോ? ഹുപ്പോ മോനെ. എന്താണ്? ഹുപ്പോ മോനെ എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ ഗ്രീക്ക് പദം എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടത്തെ ഉറച്ച് അവിടെ നിൽക്കുക. എത്ര വന്നാലും അവിടുന്ന് അനങ്ങത്തില്ല നീ. അപ്പൊ ചോദിക്കും, സ്ഥിരതയോടെ നമ്മുടെ ഈ വേരുള്ള മരമൊക്കെ നിൽക്കത്തില്ലയോ, അതുപോലെ വേര് പിടിക്ക ക്രിസ്തുവിനോട് നിന്നോളാം. എത്ര പ്രതിസന്ധി വന്നാലും അനങ്ങരുത്. ആര് വന്ന് മൂട്ടിൽ കത്തിക്കാൻ തുടങ്ങിയാലും നിന്റെ മൂട് അനങ്ങരുത്. ആര് വന്ന് മറ്റുള്ളവനെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും നീ ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചോളണം, എന്നെ വിളിച്ച ദൈവത്തിന്റെ പക്ഷത്ത് ഞാൻ നിൽക്കത്തുള്ളൂ, എന്നെ വിളിച്ച ദൈവത്തിന്റെ കൂടെ ഞാൻ നിൽക്കത്തുള്ളൂ. എന്ത് തകർച്ച വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്റെ ക്രിസ്തുവിനെ വിട്ട് ഞാൻ പോകത്തില്ല. യേശുവി ആരാധന. ഇതാണ് ആദ്യത്തെ സ്റ്റേജ്. എത്ര പോയിന്റ് ഉണ്ട്? 7 കൂട്ടം. എന്തൊക്കെയായിരുന്നു? ഒന്നെന്ന് പറയാം. ഒന്നെന്താണ്? യേശുവിന്റെ സത്യമായ ഡോക്ട്രിൻ. രണ്ടെന്താണ്? ഒരു മാനറിസം, ഒരു മാനർ ലൈഫ് ഉണ്ടാകണം. മൂന്നെന്താണ്? ഒരു പർപ്പസ് ഉണ്ടാകണം, ഒരു എയിം ഉണ്ടാകണം. നാലെന്താണ്? നല്ലൊരു ഫെയ്ത്ത് ഉണ്ടാകണം. അഞ്ചെന്താണ്? 5 പേഷ്യൻസ് ഉണ്ടാകണം. 6 അഗാപ്പെ ലവ് ഉണ്ടാകണം. 7 സ്ഥിരതയോടെ ക്രിസ്തുവിന്റെ കൂടെ നിന്നോളണം. സ്തോത്ര. ഹല്ലേലൂയ. യേശുവേ ആരാധന. അപ്പൊ ചോദിക്കും, ബ്രദറെ ഞാൻ ഈ 7 കൂട്ടം കാര്യം ചെയ്താൽ എനിക്ക് എന്താ പ്രയോജനം? അടുത്ത വാക്യം വായിച്ചോ. ഞാൻ സഹിച്ച പീഡനങ്ങളും കഷ്ടപ്പാടുകളും അന്ത്യോക്യയിലും ഇക്കോണിയത്തിലും. അപ്പോൾ ഈ മേൽ പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്താൽ you will be persecuted. നീ എന്ത് ചെയ്യും? നിനക്ക് പീഡനം നീ അനുഭവിക്കുക. ഹല്ലേലൂയ. എവിടുന്നൊക്കെയാ ഈ പീഡനം വരുന്നത്? എവിടുന്നൊക്കെയാ സഫറിങ് വരുന്നത്? ആദ്യമേ നമുക്ക് പീഡനത്തെ പറ്റി. എന്താണ് പീഡനം? അർത്ഥം അതിന്റെ ഗ്രീക്ക് ഡിഗ്മോസ് എന്നാണ്. എന്താണ് ഡിഗ്മോസ്? എന്താണ് ഈ പീഡനം എന്ന് ഉദ്ദേശിക്കുന്നത്? നിന്റെ ഹൃദയത്തെ, നിന്റെ ശരീരത്തെ, നിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ഹൃദയത്തിൽ ചില സമയത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് സമാധാനം ഉറങ്ങാൻ പറ്റുമോ? നമ്മൾ രാത്രി ചാടിയിരിക്കും. നിന്റെ ഉറക്കം കളയുന്ന, നിന്നെ എപ്പോഴും ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും നിന്റെ മനസ്സിനെ കടല് പോലെ വെളുത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾ നീ ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്നുണ്ടാകും. സ്തോത്ര. ഹല്ലേലൂയ. ഡിഗ്മോസ് നീ നേരിടേണ്ട വരിക തന്നെ ചെയ്യും. പക്ഷെ ഈ പീഡനത്തിന്റെ കൂടെ നീ വിചാരിക്കരുത് നീ തന്നെ ആയിരിക്കും. ഒരിക്കലും വിചാരിക്കരുത്. ദൈവത്തിന്റെ ദൂതന്മാർ നിന്റെ പക്ഷത്തുണ്ടാകും തന്നെ ചെയ്യും. സ്തോത്ര. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി ഇറങ്ങുന്ന എല്ലാ മക്കളും പീഡിപ്പിക്കേണ്ട സമയങ്ങൾ വരും. പീഡിപ്പിക്കുമ്പോൾ നീ ഒറ്റയാനല്ല, നിന്റെ കൂടെ ദൈവത്തിന്റെ തീ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യാം. സ്തോത്ര. ഹല്ലേലൂയ. ചില രാത്രികൾ നീ ഇങ്ങനെ കരയുന്നില്ലയോ? ആ കരയുന്നെങ്കിൽ നിന്റെ കൂടിരുന്ന് നിന്റെ കണ്ണീരൊപ്പുന്ന ഒരു ദൈവമുണ്ട്. പൗലോസിന്റെ കൂടെ നിന്നെങ്കിൽ നിന്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. നിനക്ക് ഡിഗ്മോസ് കാരണം ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ഥിരമായി ഉറങ്ങുന്ന വിധത്തിൽ ഒരു സമാധാനം നൽകുന്ന ഒരു ദൈവം നിന്റെ പക്ഷത്തുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. നിന്റെ തകർച്ചയിൽ നിന്ന് നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഈ അടുത്ത വാക്യം പറയുകയാണ്. എന്താണ് സഫറിങ്? ഹല്ലേലൂയ. അതിന്റെ ഗ്രീക്ക് പദമാണ് പതീമ എന്നാണ് അതിന്റെ ഗ്രീക്ക് പദം. ഹല്ലേലൂയ. എന്താണ് സഫറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരിക്കലും നീ ആഗ്രഹിക്കാത്ത കഷ്ടതകൾ, ഒരിക്കലും നീ വിചാരിക്കാത്ത ആൾക്കാർ നിനക്കെതിരെ
ഒരു പെയിൻ ഉണ്ടാക്കുന്ന വിധത്തിൽ നിനക്കെതിരെ കുതുകാല് വെട്ടുമ്പോൾ നീ ഒരിക്കലും കർത്താവ് ഞാൻ വിചാരിച്ചില്ല, ഇവരെന്നെ ഒറ്റ വിചാരിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ നീ പറയുന്ന ചില വേദനകൾ, നിന്നെ ശാരീരികമായി മാനസികമായി നിന്നെ പീഡിപ്പിക്കുന്ന, നിന്നെ സഫർ ചെയ്യിപ്പിക്കുന്ന പല സ്റ്റോറികൾ നിന്നെ തേടി വരുമ്പോൾ ദൈവത്തിലെ എന്തോ വലിയ ആപത്ത് വരുന്നോർത്ത് നീ ഭയപ്പെടേണ്ട. മേൽപ്പറഞ്ഞ പ്രിൻസിപ്പൽ 7 കൂട്ടം കാര്യം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവളാണ് നീ എങ്കിൽ ദൈവത്തിന്റെ ശബ്ദം നിന്റെ കൂടെ ഉണ്ടാകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ചോദിക്കും, ബ്രദർ ഇത് എവിടുന്നൊക്കെയാ വരുന്നത്? ഇത് ഒന്ന് വരുന്നത് കൂട്ടായ്മയ്ക്കകത്തുനിന്ന് വരും, ഒന്ന് വരുന്നത് നിന്റെ കുടുംബത്തിന്റെ അകത്തുനിന്ന് വരും, ഒന്ന് വരുന്നത് നിന്റെ ജോലി മേഖലയിൽ വരും, ഒന്ന് വരുന്നത് നിന്റെ അയൽക്കാരിൽ, എവിടുന്ന് വേണമെങ്കിലും ഈ പിശാച് നിന്റെ മേൽ ഇറങ്ങി വരും. പക്ഷെ ഓർത്തുകൊള്ളണം, ഇതിന്റെ അകത്ത് നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, യേശു ക്രിസ്തു. ഹല്ലേലൂയ. മേൽപ്പറഞ്ഞ 7 കൂട്ടം കാര്യങ്ങളും നീ സകല പീഡനയും പിന്നെ സഫറിങ്ങും ഇങ്ങനെ സഹിച്ച യാത്ര ചെയ്യുന്നെങ്കിൽ ദൈവത്തിലെ യേശു പറയാണ്, രക്ഷകനായ ദൈവം നിന്റെ കൂടെ നിൽക്കുക തന്നെ ചെയ്യുക. ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിക്കാമോ? അടുത്ത വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ സഹിച്ച പീഡനങ്ങൾ, ഞാൻ സഹിച്ച കഷ്ടപ്പാടുകൾ അന്ത്യോക്യയിലും ഇസ്രായേലും എനിക്ക് സഹിക്കേണ്ടി വന്ന മർദ്ദനങ്ങളും നീ മനസ്സിലായിക്കൊള്ളാം. അവിടുന്നെല്ലാം എന്നെ ഉയർത്തിയൊരു ദൈവമുണ്ട്, എന്നെ വളർത്തിയൊരു ദൈവമുണ്ട്, പീഡനത്തിൽ നിന്ന് രക്ഷിച്ച ദൈവമുണ്ട്, സഫറിൽ നിന്ന് രക്ഷിച്ച ദൈവമുണ്ട്. ആ ദൈവം ഇന്ന് നിന്റെ കൂടെയുണ്ട്. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നീ പാലിക്കാമെങ്കിൽ, യേശുവിന് വേണ്ടി ജീവിക്കാൻ നീ തയ്യാറാണെങ്കിൽ, അവന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ, പീഡന സഹിക്കുമ്പോഴും സഫറിൽ സഹിക്കുമ്പോഴും നിന്നെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ നാമമാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. സ്തുതിച്ചത് പ്രാർത്ഥിച്ചു. ഈ രാത്രിയിൽ ആരെങ്കിലും ദുഃഖത്താലും ഭാരത്താലും ഇരിക്കുന്നെങ്കിൽ മേൽപ്പറഞ്ഞ പ്രിൻസിപ്പൽ ആണോ നീ ജീവിക്കുന്നതെന്ന് നീ ആദ്യം ഒന്ന് അന്വേഷിക്കണം. മേൽപ്പറഞ്ഞ 7 കൂട്ടം കാര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നീ അന്വേഷിച്ചാൽ അതേ എന്നാണ് നിന്റെ മനസ്സാക്ഷി പറയുന്നതെങ്കിൽ നീ ഭയപ്പെടേണ്ട. ഈ കാലഘട്ടങ്ങളിൽ, ഈ പീഡന കാലഘട്ടങ്ങളിൽ, ഈ സഫറി കാലഘട്ടങ്ങളിൽ നീ തനിച്ചല്ല, യേശു നിന്റെ കൂടെയുണ്ട്.